വളരെ ചെറിയൊരു വീഡിയോ ആണ്. പലർക്കും റിസ്ക് മാനേജ്മെന്റും അതേപോലെ ആർആറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നില്ല. പല ആൾക്കാരും മാർക്കറ്റിലേക്ക് വന്നിട്ട് റാൻഡ് ആയിട്ട് ലോട്ട് സൈസും അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളെല്ലാം വരുത്തി വെക്കാറുണ്ട്. ഓക്കെ, ഓവറോൾ നിങ്ങളൊരു വിൻ റേഷ്യോ ഒരു 50% വിൻ റേഷ്യോ ഉള്ള ഒരാളാണെങ്കിൽ, 50% വിൻ റേറ്റ് ഉള്ള ആളാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഒരു 10 ട്രേഡ് എടുത്ത് 5 ട്രേഡ് വിന്നും 5 ട്രേഡ് ലോസും ആണെങ്കിൽ പോലും നിങ്ങൾ ആ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് വേണ്ട സ്ഥലത്ത് നിങ്ങൾ ലോസ് മേക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എന്താണ് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നുണ്ടാവുക. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കലായിട്ട് നോളജ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മാർക്കറ്റിൽ ഒരു പോയിന്റ് മൊമെന്റം വരുന്ന സമയത്ത് എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ലോട്ട് സൈസ് ബേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്, ഞാൻ ഡൗൺ സൈഡ് ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലോട്ട് എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തായാലും മനസ്സിലായിരിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഓവറോൾ ആയിട്ട് നിങ്ങളൊരു വിൻ റേറ്റ്, ഞാൻ പറഞ്ഞു 50% വിൻ റേറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ലോസസിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. എങ്കിൽ നിങ്ങളൊരു വിൻ റേറ്റ് നോക്കുന്ന സമയത്ത് എന്താണ് വിൻ റേറ്റ്? ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ ഒരു 10 ട്രേഡ് എടുത്ത് 5 എണ്ണം പ്രോഫിറ്റ് ആണ്, 5 എണ്ണം ലോസ് ആണ്. എന്താണ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കാം, ട്രേഡിംഗ് ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ 1, 2, 3, 4 നാലാമതായിട്ട് വന്ന സമയങ്ങളിൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ കാണിക്കുക. 2 ബേസിക് ആയിട്ടുള്ള ടൂളാണ്. ഓക്കെ, ഇത് ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഇവിടെ റേഷ്യോ എന്ന് എഴുതി കാണിക്കുന്നത് 1 എന്ന്. ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും 0.0081 എന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കുന്നത്. എന്താണ് ഈ സംഭവം? ഇതാണ് ശരിക്കും പറഞ്ഞാൽ പിപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഗോൾഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ XAUSD എടുക്കാം. കൂടുതൽ ആൾക്കാരും XAU ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് XAU കൂടി കാണിച്ചേക്കുന്നത്. ഓക്കെ, XAUSD എടുത്തു. ഇപ്പം എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്യലാണെന്ന് വിചാരിക്കാം. ടെക്നിക്കൊന്നും നോക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ ഷോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, 18.91, അതേപോലെ തന്നെ 1.893 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ 18.93 വെച്ചാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിപ്പ് എന്നും അതേപോലെ പിപ്പറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ലോസസ് ഡിഫറെന്റ് ആയിരിക്കും, പ്രോഫിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ലോസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്റെ ക്യാപിറ്റലിൽ ബ്രോക്കർ അക്കൗണ്ടിലുള്ളത് ഒരു 1000 ആണെന്ന് വിചാരിക്കാം. ഞാൻ റിസ്ക് ചെയ്യുന്നത് ഒരു $50 പെർ ട്രേഡ്. $50 ഞാൻ റിസ്ക് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ $50 ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ലോട്ട് സൈസ് എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഇതിന് നിങ്ങൾ എന്തായാലും പിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് പിപ്പ്? ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, യൂറോവേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 1.16124 എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതില് പോയിന്റിന് ശേഷം 4ാമതായിട്ട് വരുന്നതാണ് പിപ്പ്, 5ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഡൗൺ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. എന്തിനാണ് ഈ ടൂൾ യൂസ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈസി ആയിട്ട് പിപ്പ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് 8.1 ആണ് ഇവിടെ നമുക്ക് പിപ്പായിട്ട് വരുന്നുണ്ട്. എന്താണ് പിപ്പ്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 100 രൂപയുള്ള ഒരു സ്റ്റോക്ക് 101ലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് മൊമെന്റം വന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ കറൻസീസിലേക്ക് വരുന്ന സമയത്ത് ഒരു പോയിന്റ് മൊമെന്റം മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് പിപ്പ്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ പോയിന്റിന് ശേഷം 4ാമതായിട്ട് വരുന്നതാണ് ഇപ്പൊ യൂറോവേസ്റ്റിയിൽ കറൻസി പെയറിൽ ഒരു പിപ്പ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം വരിക? നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസ് റാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റും ലോസും വ്യത്യസ്ത രീതികളിലായിരിക്കും വരുന്നുണ്ടാകുക. ചിലതിൽ നിങ്ങൾ എൻ്റർ ചെയ്ത സമയത്ത് നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും, ചിലതിൽ വലിയ ലോസ് ആയിരിക്കും ഉണ്ടാകുക, ചിലതിൽ വലിയ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രോഫിറ്റ് തന്നെ നിങ്ങൾ ഉണ്ടാകും, അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഒരു പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ സൈഡ് പൊട്ടൻഷ്യലിറ്റി കൊണ്ട്
അതിൽ നിങ്ങൾ കൂടുതൽ ലോസ് വരുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം എന്താണ് പിപ്പും പിപ്പറ്റും അതേപോലെ തന്നെ ആ ഒരു ലോഡ് സൈസ് എൻ്റർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പോയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. ഇനി എന്താണ് റിസ്ക് റിവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു ഏരിയ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിലേക്ക് പ്രൈസ് പോയേക്കാന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഈ ഒരു ഹൈ ലെവലിലേക്ക് മാർക്കറ്റ് പോയിട്ട് ടേക്കൻ ഔട്ട് ചെയ്തേക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇവിടത്തില് കൊടുക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ $50 റിസ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാകുക? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നുണ്ടല്ലേ. ഈ റേഷ്യോ ആണ് നമ്മൾ റിസ്ക് റിവാർഡ് ആയിട്ട് പറയുന്നുണ്ടാകുക. നിങ്ങൾ ട്രേഡ് എടുത്തതിന്റെ 3 ഇരട്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. ഓക്കെ, $50 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എത്രയായിരിക്കും? $150 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നുണ്ടാവുക. നിങ്ങൾ മിനിമം ഒരു റിസ്ക് റിവാർഡ് 1:2 അല്ലാന്നുണ്ടെങ്കിൽ 1:1.5 നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ വിൻ റേറ്റ് അനുസരിച്ചിട്ട് നിങ്ങളൊരു 1:2 ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിനിമം വിൻ റേറ്റ് ഒരു 33% ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് മാറുന്നതാണ്. മിനിമം ഒരു 50 ഉണ്ടെങ്കിൽ എത്രയും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് തന്നെയായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാകുക. ചെറിയ വിൻ റേറ്റ് വരുന്ന സമയത്ത് ചെറിയ RR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ട്രേഡ്സ് എല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇവനിലായിരിക്കും കൂടുതൽ സമയത്ത് നിൽക്കുന്നുണ്ടാകുക. ഓക്കെ, ഇപ്പൊ എന്താണ് RR അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോസിന്റെ എല്ലാം. അവിടെ പോയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ആ ഒരു പിപ്പിനെ കുറിച്ചിട്ടും ലോഡ് സൈസിനെ കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ആ ഒരു സെഷൻസും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റിസ്ക് മാനേജ്മെന്റ് അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ പല ആൾക്കാരും റാൻഡ് ആയിട്ട് പോയിട്ട് ട്രേഡ്സ് എടുക്കലും അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ടാർഗറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡും അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ലോസ് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അൺസർട്ടനിറ്റി വരുന്ന ആ ലോസസും കാര്യങ്ങളും അവോയ്ഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പ്രോഫിറ്റബിളിലേക്ക് മാറാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ ഒരു ലോഡ് സൈസ് എടുക്കുന്നതുകൊണ്ട് റാൻഡായിട്ട് ലോഡ് സൈസ് എടുക്കുന്നതുകൊണ്ട് പ്രോഫിറ്റിലേക്ക് പോകില്ല എന്നല്ല. പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു അൺവാണ്ടഡ് ആയിട്ട് എടുക്കുന്ന ഇപ്പം നിങ്ങൾ 1 ലോട്ട് തന്നെയാണ് എല്ലാ ട്രേഡ്സിലും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ട്രേഡ്സുകളിൽ കൂടുതൽ ലോസ് വന്നേക്കാം. എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ 8 ടിപ്പ് ആണെന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ 10 ടിപ്പ് ആണെന്നില്ല. സ്റ്റോപ്പ് ലോസ് ന്യൂസ് എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇവിടെ ഇത് ന്യൂസ് വന്നിട്ടുണ്ടല്ലേ. ഈ ഒരു ന്യൂസ് എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് പിപ്പിന്റെ പോയിന്റുകൾ കൂടുതലായിരിക്കും. അതായത് മൂവ്മെന്റ്സ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പിപ്പിന്റെ ഇത് കൂടുതലായിരിക്കും. അതുകൊണ്ട് റാൻഡ് ആയിട്ട് ലോഡ് സൈസ് എൻ്റർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ലോസസും അതേപോലെ തന്നെ കൂടുതലായിരിക്കും. പ്രോഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രോഫിറ്റും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് ടെലഗ്രാം, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.